മദ്യപിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുമായി നെയ്യാറ്റിങ്കര ഡിവൈഎസ്പി. ക്രിമിനൽ കുറ്റം ഉൾപ്പെടെ വിവിധ വകുപ്പുകളാണ് പോലീസ് മദ്യപാന്മാർക്കെതിരെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നത്. ഈ നെയ്യാറ്റിങ്കര സബ് ഡിവിഷനിൽ നമ്മൾ മദ്യപിച്ച് വാഹനമോടിച്ച് ആക്സിഡന്റുകൾ ഉണ്ടാക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പായിട്ട് നമ്മൾ പറയുന്നത്, അവർക്കെതിരായിട്ട് നോൺ ബെയിലബിൾ ആയിട്ട് കേസ് എടുത്തിരിക്കും. കാര്യം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം തന്നെ വെള്ളറടയിൽ ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ച ഒരാള് ഒരു കുട്ടിയെ കൊണ്ടുപോയ ഒരു വണ്ടിയിൽ ഇടിക്കുകയും ആ കുട്ടി വളരെ വലിയ അപകടം ഉണ്ടാവുകയും കുട്ടി ഇപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിലുമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒഫൻസുകൾ ഒരിക്കലും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അയാൾക്കെതിരായിട്ട് നോൺ ബൈലബിൾ ഒഫൻസ് കേസെടുത്തു, അയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഇനി സ്ഥിരമായ ഒരു പ്രക്രിയയായിട്ട് തുടരും. എല്ലാ സ്റ്റേഷനുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാര്യം മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസാണ്. അത്തരത്തിലുള്ള ഒഫൻസ് വരുന്നതോടെ ഒരുപാട് ജീവൻ നിരത്തിൽ പൊലിയുന്നതായിട്ട് നമുക്ക് അറിവ് വരുന്നു. അത് അത്തരത്തിലുള്ള ഒഫൻസുകൾക്കെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഇന്നലെ തന്നെ അറ്റംപ്റ്റ് ടു കൾപ്പബിൾ ഹോംസൈഡ് ഇട്ടു. ഇന്നലെ ഇട്ടു. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വധശ്രമത്തിന് തന്നെ കേസെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഇങ്ങനെ വളരെ നെഗ്ലിജന്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തുടർന്നു കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടായാൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു അറിയാതെ പറ്റുന്ന ആക്സിഡന്റ് ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പോലീസിൽ അറിയിക്കുക എന്നുള്ളതും, അതേപോലെ അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും ചെയ്യാത്തത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അതിനെതിരായിട്ടും നടപടി സ്വീകരിക്കുന്നതാണ്. ശക്തമായ നടപടി സ്വീകരിക്കും. പോലീസിനെ അറിയിക്കാതിരുന്നാൽ അല്ലെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാതിരുന്നാൽ അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആവും. മദ്യപിച്ച് വാഹനമോടിച്ച് ഒട്ടനവധി അപകടങ്ങൾ വരുത്തിയതിനെ തുടർന്നാണ് ശക്തമായ നടപടിക്കൊരുങ്ങി നെയ്യാറ്റിങ്കര ഡിവൈഎസ്പിയും സംഘവും. വരും ദിവസങ്ങളിൽ നെയ്യാറ്റിങ്കര സബ് ഡിവിഷന് കീഴിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രത്യേക പരിശോധനയും ആരംഭിക്കുമെന്ന് ഡിവൈഎസ്പി അറിയിച്ചിട്ടുണ്ട്.